എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. അപ്പം നെറ്റിൻ്റെ UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് പ്രത്യേകിച്ചും റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോഴ്സ് നമ്മൾ 3 മാസം കൊണ്ടാണ് നെറ്റ് പോലുള്ള ഒരു വലിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പല വിധേനയും നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളുണ്ട്, യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതെല്ലാം നെറ്റിന്റെ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് റിസൾട്ട് വന്ന സമയത്തും അത് അവിടെ എഫക്റ്റീവായിട്ട് എത്തി എന്നാണ് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഒരു സെഷനാണ്. വരാൻ പറ്റാത്ത ആളുകൾ രാത്രി വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സെഷനും കൂടി സാധിക്കുമെങ്കിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവായിട്ട് ഇത് ഫലിച്ചത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ള ചെറിയൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട്, പിന്നെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി എല്ലാവരെയും കോളിൽ കിട്ടാത്തത് കൊണ്ട് ഒന്നിച്ചൊരു ഗൂഗിൾ മീറ്റ് വിളിച്ച് ചേർത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരെയും ഈ ഒരു മീറ്റിംഗിൽ ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു അഫ്സൽ സാറും ഉണ്ണി സാറും ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ടീച്ചേഴ്സ് ഈ ഒരു സമയം ആയതുകൊണ്ട് എത്തിയിട്ടില്ല. അവർ അടുത്ത സെഷനിൽ കൂടി ചേരുന്ന സമയത്ത് അവരെയും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് എന്താണ് അഫ്സൽ സാർ, ഉണ്ണി സാർ പറയാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അഫ്സൽ സാർ, എന്താണ് നമ്മുടെ 3 മാസം കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ക്ലാസ്സിൽ ഇത്ര റിസൾട്ട് എങ്ങനെയാണ്, പോസിറ്റീവ് തന്നെയാണോ എന്നുള്ളത്? നമുക്ക് നിങ്ങളൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു ലിമിറ്റഡ് ടൈം, ലിമിറ്റഡ് കുട്ടികൾ, അതിൽ നിന്ന് ഇത്രയും റിസൾട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കി കാണുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത്? എനിക്ക് സൗണ്ട് വിസിബിൾ ആണല്ലേ? റെക്കോർഡ് ചെയ്യുന്നോണ്ട് അപ്പോ നമ്മൾ ചെറിയ സമയത്തിലാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മാക്സിമം 3 മാസത്തിനുള്ളിൽ നമ്മൾ മൊത്തം തീർത്തിട്ടുണ്ട്. അതിലും ഒരുപാട് നമ്മൾക്ക് എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ എടുത്ത് തീർത്ത്. അപ്പോ അടുത്ത ഒരു ഡിസംബറിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ചെറിയ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 10-13 പേര് UGC ക്ലിയർ ചെയ്തു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ ഭയങ്കര പോസിറ്റീവായിട്ട് പേഴ്സണലൊക്കെ മെസ്സേജ് അയച്ച് അവരുടെ സന്തോഷം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ അടുത്ത ക്ലാസ്സുകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു എന്താ അതിനൊരു ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്രിസിയേഷൻ കിട്ടുന്ന പോലെയാണ്. അപ്പോ നിങ്ങൾ ഇതിലൊന്നും നിർത്തരുത്. നമുക്ക് നെറ്റാണ് കൂടുതൽ ആളുകൾ കിട്ടിയുള്ളത്, കുറച്ച് ആളുകൾക്ക് അഡ്മിഷൻ ടു PhD ആണ് കിട്ടിയുള്ളത്. അപ്പം ഇനിയും ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യണം. എസ്പെഷ്യലി സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പില് ഇതിന്റെ വാലിഡിറ്റി ഈ ഡിസംബർ വരെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് ഉപകാരപ്പെടുത്തിയിട്ട് വരുന്ന ഡിസംബറിലേക്ക് JRF തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ഈ ഒരു ടൈം ഓൺവേർഡ്സ് നമ്മൾ ഒന്നുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പക്ക പ്ലാനിങ്ങോട് കൂടിയിട്ട് റിവിഷന് കുറച്ചും കൂടെ കൂടുതൽ സമയം കിട്ടുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതില് നമ്മളെല്ലാവരുടെയും സപ്പോർട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അത് നിങ്ങളെ എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗപ്പെടുത്തണം. ഈ ഒരു ഡിസംബറോട് കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും നെറ്റും അതേപോലെ JRF അറിയിക്കുന്ന ഒരു JRF ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നത്. പിന്നെ ഈ ഇത്തവണ നെറ്റ് ക്ലിയർ ചെയ്തതും അതുപോലെ തന്നെ അഡ്മിഷൻ ടു PhD കിട്ടിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടെ പച്ചവെള്ളത്തിന്റെ പേരിലും എന്റെ പേരിലും അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരെയാണ്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു സാർ. ഉണ്ണി സാർ, ചുരുങ്ങിയ വാക്കുകളിൽ. സാർ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നലെ തന്നെ. ഇന്നലെ രാത്രി തന്നെ ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നത്, കാര്യം നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഇത്രയും പേര് ക്വാളിഫൈ ആകുന്ന പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മളെ നെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എക്സാം ആണ്. ഏകദേശം 50,000-ഓളം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഇന്ത്യയിലുള്ള നിരവധിയായ കോഴ്സ് പഠിക്കുന്ന എല്ലാവരും ഒന്ന് മത്സരിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ജസ്റ്റ് മറ്റ് വലിയ വലിയ സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് തന്ന
നമ്മുടെ എല്ലാ കുട്ടികളെയും അവരോട് എന്താ വലിയൊരു അഭിനന്ദനവും അതേപോലെ അവരുടെ ശ്രമം അത് നമ്മൾ കുറച്ച് കാണരുത്. നമ്മുടെ ക്ലാസ്സുകൾ അതവർ നന്നായിട്ട് കേട്ട് നന്നായിട്ട് അവർ പഠിച്ചു, അവർ നന്നായി ശ്രമിച്ചു. അതിന്റെ ഒരു ഫലമാണ് കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പൊ അടുത്തത് ഇപ്പൊ നമുക്ക് നെറ്റ് കിട്ടിയവര് അടുത്ത തവണ JRF, ഇത്തവണ PhD മാത്രം ക്വാളിഫൈ ആയവര് അടുത്ത തവണ നെറ്റ് അല്ലെ JRF ആ ലെവലിലോട്ട് നമുക്ക് അടുത്ത തവണ പിടിക്കണം. ഇത്തവണ നമ്മൾ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഇത്രയും നേടാൻ പറ്റി. ഇനി നമുക്ക് കുറെ ആഡ് ഓൺ കണ്ടന്റുകൾ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് തരാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തരും. ഓക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനിയും ഒരുപാട് റിഫൈൻ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരാനുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. വലിയ സന്തോഷം. എല്ലാവരും നന്നായിട്ട് പോവാ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പോ പിന്നെ ഇവിടെ വേറെ ടീച്ചേഴ്സ് ആരും ബാക്കിയുള്ളവരൊക്കെ ബിസിയാന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും സെഷൻസ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ബാക്കി ടീച്ചേഴ്സിനെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സെഷൻസ് ഇനിയും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ ഇതില് നെറ്റ് ക്വാളിഫൈഡ് ആയ ആളുകൾ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് വീഡിയോവും കൂടി ഓൺ ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു കേട്ടോ. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? അഭിന നമ്മുടെ നെറ്റ് ക്വാളിഫൈ ചെയ്ത അഭിനാസി ആ ആള് തന്നെയാണോ എന്നുള്ളതൊന്ന് ഓക്കെ, ഇന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? വീഡിയോ ഓൺ ചെയ്യുന്നില്ല, വോയിസ് വരെ. അത് എടുത്തോളൂ. വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? വോയിസ് വരെ ഓൺ ചെയ്താൽ നന്നായിരുന്നു. കാരണം ബാക്കിയുള്ളവർക്ക് അഭിനയം ഒന്ന് കണ്ട് അഭിനയുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കുന്ന ഒരു ഫീല് കുറച്ചും കൂടെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കുന്നത്. ഒരു 1 മിനിറ്റ്. ഓക്കെ, ഫൈൻ. വേറെ ആദ്യം നമ്മൾ നെറ്റ് ക്വാളിഫൈഡ് ആയ ആളുകൾ ഒന്ന് സംസാരിക്കുക. വേറെ ആരൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്? അതുല്യ, ലിബ, ജിൻഷ, നസീഹ, രാജി, പിന്നെ എന്തായിരുന്നു ലാസ്റ്റ് 1-2 പേരുണ്ട്, ഇഹ്സാന. ഓക്കെ, ഇവരൊക്കെ എത്തിയിട്ടുണ്ടോ? ഒന്ന് പറയണേ. ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഒന്ന് പറയാമോ? ആരും വന്നില്ല. ലിബ ഒന്നും എത്തിയിട്ടില്ല. ഒന്ന് വിളിച്ചു നോക്ക്. രാജി വിട്ടുപോയതാണേ, സോറി. രാജി PS ഉണ്ട്. ഓക്കെ. ഈ 2 പേരുടെ പേര് ഇതൊന്ന് വാട്സപ്പിൽ ഇതാക്കിട്ട്. എഹ്സാനയാണ് ഒന്ന്, പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ രാജി ഒന്ന് വീഡിയോ ഓൺ ആക്കാമോ? ഓക്കെ, താങ്ക് യു. ഒന്നുമില്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് പിന്നെ ഒന്ന് ഇങ്ങോട്ട് ക്യാമറ ഒന്ന് ഇപ്പുറത്തേക്ക് ഇരുന്നാൽ മതി, ക്ലിയർ ആവും. ഓക്കെ, ഒന്ന് ഓക്കെയാണ്. യെസ്, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പച്ചവെള്ളത്തിലെ പെയ്ഡ് മെമ്പർ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, പെയ്ഡ് മെമ്പർ ആയിരുന്നു. ഞാൻ പ്രോഗ്രാമറിന് വേണ്ടിയിട്ടാണ് പച്ചമലത്തിൽ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നെറ്റ് ലാസ്റ്റ് മൊമെന്റില് ശരിക്കും പ്രോഗ്രാമേഴ്സിനുള്ള ഒരു ഓഫർ കണ്ടിട്ട് കയറിയതാണ്. ഞാൻ ഇതുവരെ നെറ്റ് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, എഴുതിയിട്ടില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ അഭിനയം എനിക്കറിയാം. അപ്പൊ അഭിനയാണ് നെറ്റിലേക്ക് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചത്. നമുക്ക് ചെയ്യാമെന്ന്. അഭിനയം ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ട്. അപ്പൊ അഭിനയം പറഞ്ഞത് നമുക്ക് ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ പക്ഷെ ഞങ്ങക്ക് പിന്നീട് ഒരുമിച്ചിരുന്ന് പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. പിന്നെ നെറ്റിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തേലും ക്ലാസ് യൂട്യൂബിലോ ഒറ്റ ക്ലാസ്സുകളോ ഒന്നും കണ്ടിട്ടില്ല. പച്ചവെള്ളത്തിന്റെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒരു റിസൾട്ട്, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഞാൻ എഴുതിയത് 1000 MTech കഴിഞ്ഞ സമയത്ത് ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എല്ലാരും പോയി അറ്റൻഡ് ചെയ്തു, കൂടെ ഞാൻ അങ്ങ് അറ്റൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം എഴുതുന്നത്. എനിക്ക് തോന്നുന്നു ഇനി JRF എനിക്ക് പറ്റില്ലായിരിക്കും. 35 ഓഗസ്റ്റിലാവും. അപ്പൊ ഇനി JRF പറ്റില്ല. അപ്പൊ നെറ്റിന് വേണ്ടിയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് എഴുതുന്ന ഫസ്റ്റ് എക്സാം ആണ്. അതിനെ ക്ലിയർ ആയതിൽ സന്തോഷമുണ്ട്. എന്തെങ്കിലും ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പച്ചവെള്ളത്തിന്റെ ക്ലാസ് തന്നെയാണ്. ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്നെന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈമില് ഓറിയന്റേഷൻ ക്ലാസ്, നമ്മുടെ സിലബസ്, നെറ്റ് എന്താണ്, JRF എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നന്നായിട്ട് കണ്ടിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ശരിക്കും JRF മേടിച്ചിട്ടേ ഇറങ്ങുള്ളൂ എന്ന് തോന്നുന്നു, നമുക്ക് പറ്റുമെന്ന് തോന്നിക്കുന്ന ഒരു
ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് കുറച്ചു നാളൊക്കെ എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ജോലി, കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും പ്രിപ്പറേഷൻ ഒന്നും നടന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ജനറൽ പേപ്പറൊക്കെ, പ്രത്യേകിച്ച് പ്രോഗ്രാമറിന്റെ കുറച്ച് പ്രോഗ്രാമർ കോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസ് ക്ലാസ്സുകളൊക്കെ അതിൽ നിന്ന് കിട്ടി. പിന്നെ ജനറൽ പേപ്പറിന്റെ കുറച്ചൊരു ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നെറ്റിന് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ പച്ചവെള്ളത്തിന് ജനറൽ പേപ്പർ നെറ്റിന്റെ കോച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സർ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇത് ചെറിയൊരു കാര്യമല്ല. എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തൊരു കാര്യമാണ്. ആള് ഫസ്റ്റ് ടൈം തന്നെ എഴുതിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ഇത് ചില്ലറ കാര്യമല്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചും ക്ലാസ്സിന്റെ കണ്ടന്റിനെ കുറിച്ചും ക്വാളിറ്റിയെ കുറിച്ചും എന്താ അഭിപ്രായം എന്താ? നല്ല ക്ലാസ്സസ് ആണ് സാർ. കാരണം ഇപ്പൊ പരസ്യ ആഡിലൊക്കെ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് പഠിപ്പിക്കാതെ ആവശ്യമുള്ളത് ഒരു പ്രിസൈസ് ആയിട്ട് തന്നെ, എന്നാൽ ഒരു കണ്ടന്റും മിസ്സാവാത്ത രീതിയിൽ കുട്ടികളെ എത്തിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കണ്ട ക്ലാസ്സുകളെല്ലാം എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ഞാൻ പറ്റിയെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല നെറ്റ് കിട്ടത്തില്ല. അപ്പം ഡിസംബറിൽ പഠിച്ചെഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ജൂണിൽ പോയത്. അപ്പൊ അത് തന്നെ ക്ലിയർ ആയി. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും JRF ഇതാക്കണം. നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ ഡിസംബർ വരെ ഉണ്ടാവും. ഇനി ഇല്ലാത്ത ആളുകൾ, നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് JRFന് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പറയാം. സാറ്റിസ്ഫൈഡ് ആണ് സാർ. നല്ല ക്ലാസ്സുകളാണ്. എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എനിക്ക് എന്റെ പരിമിതികൾ കാരണം, സിറ്റുവേഷൻസ് കാരണം കുറെ ക്ലാസ്സുകൾ കാണാൻ പറ്റിയിട്ടില്ല. അല്ലാണ്ട് ക്ലാസ്സുകളെല്ലാം നല്ലതാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ താങ്ക് യു സാർ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അഭിന റെഡി ആയിട്ടുണ്ടോ? ഓക്കെ സാർ. ഓക്കെ, ക്ലിയർ ഉണ്ടോ സാർ? അത് ക്ലിയർ ഉണ്ട്. അപ്പോ സന്തോഷം. ഇങ്ങനെ ഒരു അവസരത്തിൽ ആദ്യമായിട്ട് ഇപ്രാവശ്യത്തെ റിസൾട്ട് നമ്മുടെ പച്ചവെള്ളത്തിന്റെ ഫസ്റ്റ് നെറ്റ് ഹോൾഡർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഭിനയാണ് ആദ്യമായിട്ട് നമുക്ക് ആ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. അപ്പോ എങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ പഠനം എങ്ങനെയായിരുന്നു? ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത് എന്നുള്ള രൂപത്തിൽ ഒന്ന് സംസാരിച്ചോളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ഒരുപാട് MCQs ചെയ്യാം. മാക്സിമം MCQs കവർ ചെയ്യാം. ഞാനിത് പഠിച്ചിട്ട് എഴുതുന്ന രണ്ടാമത്തെ നെറ്റ് എക്സാം ആണ് ഇപ്രാവശ്യം എഴുതിയത്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു അഡ്മിഷൻ ടു PhD ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ എനിക്കുണ്ടായിരുന്ന പ്രശ്നം, ഒന്ന് ടൈം മാനേജ്മെന്റ്. എനിക്ക് സമയം ഒരിക്കലും കിട്ടാറില്ല. ഞാൻ ഈ 150 ക്വസ്റ്റ്യനും കവർ ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല. ഞാൻ എപ്പോഴും ചെയ്യുക എന്താ വെച്ചാൽ, അവസാനം ആകുമ്പോഴേക്കും ഒന്ന് ഓടിച്ചിട്ടങ്ങ് പോവുക ചെയ്യാം. അപ്പോൾ ടൈമിന്റെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് MCQs ചെയ്യാറില്ല പോകുന്ന സമയത്ത്. പക്ഷെ ഇപ്രാവശ്യം പച്ചവെള്ളത്തിൽ ജോയിൻ ചെയ്തപ്പോൾ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയും പച്ചവെള്ളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ഞാൻ ചെയ്ത് ടൈം ബൗണ്ടഡ് ആയിട്ട് 3 മണിക്കൂർ എടുത്തിട്ടാണെങ്കിൽ ആ 3 മണിക്കൂർ എടുത്തിട്ട് ആ പേപ്പർ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് പോയത്. അതിന്റെ മാറ്റം നന്നായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് JRF മിസ്സായത് ഒരൊറ്റ ക്വസ്റ്റ്യനാണ്. 99.83 ആണ് എൻ്റെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 186 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ് ഫോർ ജനറലിന്. എനിക്ക് 184 ആണ് കിട്ടിയത്. അപ്പോൾ അത് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചെയ്തിരിക്കുന്ന MCQs പച്ചവെള്ളത്തിന്റെ ക്ലാസ്, അഫ്സൽ സാറിന്റെ, ഉണ്ണി സാറിന്റെ, എല്ലാ സാർമാരുടെയും ക്ലാസ്സുകൾ, ഓട്ടോമേറ്റിന്റെ ഒക്കെ ക്ലാസ്, നല്ല ഓട്ടോമേറ്റ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ, പേപ്പർ 1ന്റെ ക്ലാസ്സുകളായാലും നന്നായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ കൂടുതലും ഞാൻ മാരത്തോൺസ് എക്സ്ട്രാ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, മാരത്തോൺ വീഡിയോസ് കണ്ടിരുന്നു. ഫുൾ ലെങ്ത് ആയിട്ടുള്ള 10 മണിക്കൂറൊക്കെ ഇടുന്ന ഒരു മാരത്തോൺ വീഡിയോസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള മാരത്തോൺ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടും എക്സാംസ്, പച്ചവെള്ളത്തിലിടുന്ന എക്സാമുകളായിക്കോട്ടെ, പിന്നെ PDF ആയിട്ടിട്ട എക്സാമുകൾ, ആ എക്സാമുകളൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്തു. ക്ലാസ്സുകളും മാക്സിമം എന്നെക്കൊണ്ട് കാണാൻ പറ്റുന്ന ക്ലാസ്സുകളും ഓൾറെഡി പ്രോഗ്രാമറിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ക്ലാസ്സുകൾ ഓൾറെഡി കിട്ടിയ ക്ലാസ്സുകൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് കുറച്ച് സബ്ജക്ട് വൈസ് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ
ഉള്ള സ്ട്രാറ്റജീസ് ഒക്കെ പച്ചവെള്ളത്തിന്റെ ക്ലാസ്സുകളിലൂടെ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ PDF നോട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മൾ എപ്പോഴും പറയാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രിസൈസ് നോട്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആയിരുന്നു, അത് പഠനത്തിന് ഉപകരിച്ചിരുന്നു. അതെ, എല്ലാം ഷോർട്ട് നോട്ടുകളായിരുന്നു. അങ്ങനെ ഒരു വാരി വലിച്ച് നമ്മളൊരു ഡിഗ്രി ലെവലോ PG ലെവലോ എക്സാം എഴുതുന്നത് പോലെ അല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. ആ ഒരു രീതിക്കല്ല നമ്മളത് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാം ഷോർട്ട് ആയിട്ടുള്ള, അതിൽ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ, ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻസ് ആയിരുന്നു എല്ലാം. അത് ഒരുപാട് എഫക്റ്റീവാണ് നമുക്ക്. വീണ്ടും നമ്മൾ ആ ടോപ്പിക്കിലൂടെ പോയിട്ടില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യും. അങ്ങനെയുള്ള സെക്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടു. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ഇതാ അഫ്സൽ സാർ, ഉണ്ണി സാറും ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളൂ, അവർക്കാണ് അതിന്റെ ക്രെഡിറ്റ്. നമ്മൾ ഇവരോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ എല്ലാ ടീച്ചേഴ്സിനുമാണ് അതിന്റെ ക്രെഡിറ്റ് ഉള്ളത് എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് പറയാണ്. അഫ്സൽ സാർ, ഉണ്ണി സാർ, നിങ്ങളൊന്നും അഫ്സൽ സാറെ ഉണ്ണി സാറെ ഒന്നും ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധം, ഈ പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഇവർ ഇപ്പൊ ഈ പറയുമ്പോ ഒക്കെ നമുക്ക് സ്ഥാപനത്തിന്റെ പേരിൽ നമുക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് അത് തരുന്നത് ഇവരാണ്. അതുപോലെ ഞാൻ ഡൗട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ പേഴ്സണലി ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ എനിക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്തിരിക്കും. അതിപ്പം സബ്ജക്ട് എടുക്കുന്ന സാറിനോടായിരിക്കണം ഞാൻ ചോദിക്കുന്നതെന്നില്ല. അപ്പൊ ആരാണോ എനിക്ക് തോന്നിയത് ഞാൻ അവർക്കായിരിക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഡൗട്ട് എന്താണോ അത് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ തരാറുമുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും സ്റ്റുഡൻസിന് പച്ചവെള്ളം PSC നെറ്റിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യോ അഭിന, രാജിയൊക്കെ? തീർച്ചയായും. ലിബ ഇവിടെ വന്നിട്ട്, അപ്പൊ അഭിന വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. രാജി ഓക്കെ, താങ്ക് യു. ലിബ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ലിബ ഇവിടെ ഇപ്പോഴും സെഷനിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നെറ്റ് ഹോൾഡർ ആണ്. ഒന്ന് വോയിസിൽ പറയാമോ, വീഡിയോയിൽ വരാമോ? ഹലോ സർ. ഓക്കെ, വീഡിയോ ഒന്ന് ഓണാക്കാമോ? ഓക്കെ. ബാക്കിയുള്ളവർ ഇവിടെ തന്നെ ഇരിക്കണേ. ഓക്കെ, ഒന്ന് താഴെ. ഓക്കെ. അപ്പോ ലിബയും നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ പച്ചവെള്ളത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ടീച്ചേഴ്സിന്റെ പേരിലൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം അത്രയും വലിയൊരു എക്സാം ആണ് ക്രാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു പഠനം? പച്ചവെള്ളം നിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നോ, ഉപകരിച്ചിരുന്നോ? നമ്മുടെ ക്ലാസ്സുകളും PDF നോട്ടുകളും പഠിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും ഉപകരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്. പഠിച്ചിട്ട് എഴുതിയത് ഈ ലാസ്റ്റ് എഴുതിയ 2 പഠിച്ചിട്ട് എഴുതിയത്. അതായത് ഇതിന്റെ മുന്നേത്തെ എക്സാം ജനറൽ പേപ്പർ ഒന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാണ്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ക്രാക്ക് ചെയ്യാതെ പോയത് എന്നുള്ള ഇപ്പാണ് ശരിക്കും ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലായിട്ടുള്ളത്. പച്ചവെള്ളത്തിന്റെ ക്ലാസ് ഈ കണ്ടന്റിനെക്കാട്ടുപരി എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യണം ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ജനറൽ ക്ലാസ് എടുത്ത സിദ്ദിഖ് സാർ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ആൻസറിലേക്ക് എത്തേണ്ടത്, ഓപ്ഷൻ എലിമിനേഷനും അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ സാറിന്റെ എക്സ്പീരിയൻസ്, അതായത് എത്രയും എക്സാം എഴുതിയ അത്രയും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉള്ള സാറാണ്. അപ്പൊ സാറ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള, അതായത് കണ്ടന്റ് മാത്രം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. സാറിന്റെ എക്സ്പീരിയൻസും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു സെഷനിൽ പറയുന്ന ആ സമയത്ത് തന്നെ നമുക്കൊരു നല്ലൊരു ഇത് അച്ചീവ്മെന്റ് തന്നെയാണ്. അങ്ങനെ സാറൊക്കെ ഒരുപാട് തവണ JRF ക്വാളിഫൈ ചെയ്താണ്. അപ്പൊ ഇതിൽ പഠിക്കുക മാത്രല്ല, ഇതിനകത്തൊരു ടെക്നിക്ക് കൂടി ഉണ്ട്. അത് കൃത്യമായിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്, അല്ലെ? അതായത് നമുക്ക് ടൈം മാനേജ്മെന്റ്, അതായത് എനിക്കും ഒരിക്കലും ടൈമില് എല്ലാ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാൻ പോലും പലപ്പോഴും നെറ്റ് എക്സാമിന് സമയം കിട്ടാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമുക്ക് ആ ഒരു ടൈമിന്റെ ഉള്ളില് നമുക്ക് അതായത് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ജനറൽ പേപ്പർ ഒന്നും ഞാൻ വേറെ ഒന്നും, അതായത് സാറിന്റെ ക്ലാസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ.
അതായത് നമ്മൾ സബ്ജക്ട് വൈസ് നമ്മൾ വേറെ അല്ലാതെയും HSST അങ്ങനെയുള്ള എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്ത സമയത്തെല്ലാം കുറച്ചൊക്കെ അറിയായിരുന്നെങ്കിലും ഞാൻ ആ ലാസ്റ്റ് 1 month അതിന് വേണ്ടിയിട്ട്, അതായത് നെറ്റ് പഠിക്കണം ഈ പ്രാവശ്യം തന്നെ ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാനൊരു ലാസ്റ്റ് 1 month ആ ഒരു സമയത്താണ് നെറ്റിന്റെ കോച്ചിങ്ങിന് അഡ്മിഷൻ എടുക്കുന്നത് തന്നെ. 1 മാസമുള്ള ആ ഒരു സമയത്താണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്രയെങ്കിലും എത്താൻ പറ്റി. JRF കിട്ടണം സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് JRFും കൂടി വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത്രത്തോളം എത്താൻ പറ്റിയില്ല. ഇനിയും ശ്രമിച്ചാൽ എത്തുന്നുള്ള ഒരു തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ്. ഇതേ ഒരു പേസ് തന്നെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അതും കൂടി അങ്ങ് സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ കണ്ടന്റുകൾ മിസ്സാവാത്ത രൂപത്തിൽ അതിലേക്ക് ആഡ് ചെയ്ത് അടുത്ത പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ JRF എന്താണ് ലിബ അടുത്ത മീറ്റിംഗിൽ ഇതുപോലെ JRF ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് സംസാരിക്കും. നമുക്കത് കോൺഫിഡന്റ് ആണ് നമ്മൾ. താങ്ക് യു സർ. ഓക്കെ, വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? വേറെ കൂട്ടിച്ചേർക്കാൻ ഇപ്പോൾ പിന്നെ നെറ്റ് കിട്ടിയപ്പോ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെയാണ് കോച്ചിങ് എടുത്തിട്ടുണ്ടോ. ആ സമയത്ത് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു എന്റെ അടുത്ത ചോദ്യവും. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മളെ എറണാകുളത്താണ് ഓഫീസില്ലേ, നിങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് നേരിട്ട് വന്ന് കാണാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് എറണാകുളത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയാ ആ സന്തോഷം ഒന്നും കൂടിയും പങ്കുവെക്കാം. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ. പിന്നെ വേറെ നെറ്റ് കിട്ടിയ അതുല്യ ബെന്നി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടോ? എല്ലാരും ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷെ എല്ലാവർക്കും ഈ സമയത്ത് ചിലപ്പോൾ വരാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുല്യ ബെന്നി ഇവിടെ ഉണ്ടോ? അതുപോലെ തന്നെ ജിൻഷ KC, നസീഹ, പിന്നെ 2 പേരുടെ പേര് എന്റെ പോസ്റ്റേഴ്സ് കിട്ടിയില്ല അല്ലെ. ഓക്കെ, യെസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ പറഞ്ഞ ആളുകള് നെറ്റ് ക്വാളിഫൈ ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ, അല്ലാത്ത ആളുകൾ ഇപ്പൊ വിളിക്കാട്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഹലോ, മിന്നു ഈ മുട്ടായി. ഓക്കെ, ജിൻഷ ആരുമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അവര് അടുത്തൊരു മീറ്റിംഗിൽ വിളിക്കാം. ഓക്കെ, അപ്പോ കുറച്ച് മുകളിലുള്ള ആളുകളെ വിളിച്ചത് മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ ടു PhDയും ഒരിക്കലും നമ്മൾ കുറച്ച് കാണുന്നില്ല. 10,000-കണക്കിന് ആളുകളിൽ നിന്ന് ആ ഒരു ക്വാളിഫിക്കേഷൻ എത്തിയ ആളുകളാണ്. നമുക്ക് ഒരുപാട് പേരുണ്ട്. ഹസ്ന, വിധു, ധന്യ, ഫഹിന, ദിൽന, നവ്യ, അമൃത, ജാസ്മിൻ, ശരണ്യ. പിന്നെ റീസെന്റ് ആയിട്ട് ഇപ്പോ നമ്മൾ ആ മീറ്റിങ്ങിന് കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു 3-4 പേരും കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോ അങ്ങനെ ആ കാറ്റഗറിയിലുള്ള ആളുകൾ ആരൊക്കെ ഇവിടെ ഉള്ളത് ഒന്ന് റൈസ് ഹാൻഡോ അല്ലെങ്കിൽ ഒന്ന് വീഡിയോയിൽ വരാമോ, ഒന്ന് സംസാരിക്കാമോ, അല്ലെങ്കിൽ ചാറ്റിൽ വരാമോ? ചാറ്റിലല്ല, സംസാരിച്ചാൽ മതി. ഓക്കെ, ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞ ആളുകള് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ജാസ്മിൻ എനിക്ക് നേരിട്ട് അറിയുന്ന ആളും കൂടിയാണ്. ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ശരണ്യ, അമൃത, നവ്യ, ദിൽന, ഫെബിന, ധന്യ, വിധു, ഹസ്ന, യെസ്. ഷാനിബനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? ആരുമില്ലേ? വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരക്കായി പോയതാണോ? അവരൊന്നും കൂടി കോണ്ടാക്ട് ചെയ്ത് നോക്ക്. അഡ്മിഷൻ ടു PhD കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ ഒന്ന് ലീവുള്ള ദിവസമാണ്, വീട്ടിൽ ഓരോ തിരക്കുകളൊക്കെ ഉള്ള ദിവസമാണ്. എങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, ഇവര് സംസാരിച്ച് ഇവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആരും സംസാരിക്കുന്നില്ല. കുറച്ച് പേരുണ്ടായിരുന്നു, അവര് തിരക്കുകാരന് ഇറങ്ങിയതാണോ എന്ന് സംശയം. യെസ്, ജാസ്മിൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ഒന്ന് വീഡിയോയിൽ വരാമോ? സാർ, ഞാൻ ഷംലയാണ്. ഓക്കെ, ഷംല പറയൂ. എനിക്ക് അഡ്മിഷൻ ടു PhD മാത്രമാണ് ക്വാളിഫൈഡ് ആയത്. ഓക്കെ, ഷംല ഒന്ന് വീഡിയോയിൽ വരാമോ? ഓക്കെ, ഷംലന്റെ പോസ്റ്റർ നമ്മൾ ചെയ്തില്ലേ? കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ബാക്കി വന്നവരെയും കൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, വെൽക്കം ഷംല. അപ്പോ എന്താ പറയാ, ഒരു അച്ചീവ്മെന്റ് ഓഡിയോ മ്യൂട്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ നമ്മള് ചിലപ്പോ നെറ്റിന് പ്രിപ്പയർ ചെയ്ത് നെറ്റ് എത്താത്തതിലുള്ള ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ എന്താ പറയാ, ഇതും ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്നുള്ളത് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇതിലേക്ക് എത്താൻ പറ്റാത്ത ആളുകളോട് എന്താണ് സംസാരിക്കാനുള്ളത്? പച്ചവെള്ളം നിങ്ങളെ പഠനത്തിൽ ഉപകരിച്ചോ എന്നുള്ളതൊക്കെ ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായും ഞാൻ യൂണിഫൈ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ കയറാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പ്രിപ്പയർ ചെയ്ത് ഇതുവരെ എക്സാം എഴുതിയിട്ടില്ല. ഞാനൊരു 5-6 തവണ എഴുതിയിട്ടുണ്ട് എക്സാം. പക്ഷേ പ്രിപ്പയർ ചെയ്ത് ഇതുവരെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അങ്ങനെയൊക്കെ നോക്കി പോയ എക്സാം എപ്പോഴും എഴുതാറ്. അപ്പം പ്രിപ്പയർ ചെയ്ത് എഴുതാമെന്ന് വിചാരിച്ച ടൈമില് ഇങ്ങനെ യൂണിഫൈ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ കയറാന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കുമാണ് പച്ചവെള്ളത്തിന്റെ വേറെ ഒന്നും പേരുകൾ വേണ്ട. അല്ല, അത് നല്ലതായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അത് നല്ലതാണ്. ഇപ്പൊ അത് ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് പച്ചവെള്ളത്തിന്റെ ആഡ് കണ്ടത്. അപ്പൊ ഞാൻ ഓർത്ത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും, പിന്നെ എങ്ങനെ എന്ത് ഡൗട്ടും ചോദിക്കാനും പറ്റും. അപ്പൊ ഇതിൽ കയറുന്നില്ല. അതുമല്ല, ഇത് ആദ്യമായിട്ടുള്ള ഒരു ഇതാന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അത് കൂടുതൽ എഫേർട്ട് എടുത്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ അത്രത്തോളം ഇത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചിന്തിച്ചു. സാധാരണ പിള്ളേര് നേരെ തിരിച്ചാ ചിന്തിക്കുക, ഇവർക്ക് റിസൾട്ട് ഇല്ലല്ലോ, ഇവർക്ക് കാണിക്കാനൊന്നും ഇല്ലല്ലോ, ഇനി ഇവരെ ഇവിടെ തല വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടുമോ? ഇന്നലെ ഉണ്ണി സാറ് ഞാൻ സംസാരിച്ച ഉണ്ണി സാറ് പറഞ്ഞത് അവിടെ തല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലേ? അല്ല, അപ്പം ആദ്യമായിട്ടൊരു തുടങ്ങുമ്പം അതിന്റെ റിസൾട്ട് ഏറ്റവും നല്ലതാക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിട്ട് ഒത്തിരി ആപ്പുകൾ ഉള്ള സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ടായിരിക്കുമല്ലോ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം കംപ്ലീറ്റ് ക്ലാസ്സുകൾ കവർ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ക്വാളിഫൈഡ് ആയെന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. അത്യാവശ്യം ഈ പറഞ്ഞ ഫസ്റ്റ് ഇവിടെ നെറ്റ് ക്വാളിഫൈഡ് ആയ പറഞ്ഞ 3 ടെസ്റ്റ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ കണ്ടു. പേപ്പർ 1ന്റെ ക്ലാസ് ഒന്നും അധികം കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇതിൽ പ്രിപ്പയർ ചെയ്ത് പോയിട്ടാണ് ഇപ്പം എന്താണ് PhD ഓൺലി ക്വാളിഫൈഡ് ആയത്. അപ്പൊ ഡിസംബറിലേക്കും കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ ആ കുറവുകൾ ഇപ്പോ എനിക്ക് തോന്നുന്നു ഷംല തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നെറ്റ് അല്ല JRF കിട്ടട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. താങ്ക് യു. ഓക്കെ. ക്ലാസ്സസ് ഒക്കെ നല്ല ക്ലാസ് ആണ്, എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ക്വാളിഫൈഡ് ആകാത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം നെറ്റ് കിട്ടി JRF കിട്ടിയവരുടെ കൂട്ടത്തിൽ ആദ്യം വിളിക്കണം. ഓക്കെ. അപ്പൊ ഇതും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അഭിനന്ദനങ്ങൾ. ഓക്കെ, വേറെ ഹലോ. സുജീന. ഓക്കെ. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു അല്ലേ? അതെ, ഞാൻ എന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് നെറ്റ് എഴുതുന്നത്. അപ്പം 2 പ്രാവശ്യം ഞാൻ പ്രിപ്പയർ ചെയ്യാതെ അങ്ങനെ അധികം പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാല് ആ സമയം എനിക്ക് കുറെ ടൈം ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ സുജീന? അല്ല, ഞാൻ പുറത്താണ്, അതാണ്. ഫൈൻ. അപ്പൊ PhD ഒരു പ്രാവശ്യം ക്വാളിഫൈഡ് ആയി. അതിന്റെ മുന്നത്തെ പ്രാവശ്യം PhD ക്വാളിഫൈഡ് അല്ല. ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ പറഞ്ഞ പോലെ കുറെ ഒന്നും ക്ലാസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല ക്ലാസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്ലാസ് ആണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലാസ് ആണ്. അപ്പൊ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ലാസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻ തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എടുത്ത OS ഇതൊക്കെ എനിക്ക് നല്ലോണം അറിയുന്നതായിരുന്നു. അപ്പൊ അത് TOC ഒന്നും എനിക്ക് നോക്കാനേ ടൈം കിട്ടിയില്ല. അപ്പൊ അത് ഭയങ്കര വിഷമമായിപ്പോ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് പോസ്റ്റർ ഒന്നും കാണണ്ട, അത്രയും വിഷമിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഫോട്ടോ തരില്ലാന്ന് പറഞ്ഞു എന്റെ അടുത്ത്, ഞാൻ ഫോട്ടോ ചോദിച്ചപ്പോ അല്ലേ? അല്ല, ഞാനത് ഉണ്ണി സാറിന് അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായി പോയി. അങ്ങനെ കിട്ടാണ്ടായതുകൊണ്ടേ നമ്മള് ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഭയങ്കര ഇതായിപ്പോയി. കാരണം OS ഒക്കെ സാറ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ TOC കേസ് അതും വലിയ ബുദ്ധിമുട്ടില്ലാത്ത. പക്ഷെ എനിക്ക് ടൈം തീരെ കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഡിസംബറിലേക്ക്
ഇതിന്റെ കൂടെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ ടീം കൂടെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ എന്നാലും ആ ഫോട്ടോ ഒന്ന് അയച്ചോളൂ. ഫോട്ടോ വേണ്ട, ഞാൻ ഒന്നാമത് കഴിഞ്ഞത് PhD ആണ്. അപ്പൊ വെറുതെ അത് ഒരു എല്ലാരും കാണും ഓൾറെഡി കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ടാ. അതാണ് കോളേജിലൊക്കെ ഓൾറെഡി ഇപ്രാവശ്യം എന്തായാലും ഉള്ളൊരു ഇതില്ലായിരുന്നു. അപ്പൊ വിഷമം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാനെന്ന് വിചാരിക്കുന്നു. എന്റെ 8ാമത്തെ ട്രയലാണ് എനിക്ക് നെറ്റ് കിട്ടിയത്. അതുവരെ നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എല്ലാരും ഇതന്നെ നമ്മളെ സറൗണ്ടിങ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർ വിചാരിക്കും നമുക്ക് ഇപ്പൊ കിട്ടും വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും ചെറിയ പോയിന്റിൽ മിസ്സാകുമ്പോൾ ആ ഒരു വിഷമം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം എന്താണെങ്കിലും JRF തന്നെ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ടൈം കിട്ടേണ്ടത് എന്നാണ് തോന്നുന്നത്. ടൈം കിട്ടാണ്ടായിപ്പോയത്. മറ്റേതാകുമ്പോൾ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. മീൻസ് പഠിക്കാത്തതാകുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറിയാത്ത വരും. ഇത് സത്യം പറയണ എല്ലാ ക്വസ്റ്റ്യനും അറിയുന്നതാണ്. അപ്പൊ ഇത് വായിച്ച് സമയം പോയത് തീരെ അറിഞ്ഞില്ല. ലാസ്റ്റിലേക്കാണ് ഈ പ്രോബ്ലം ഒക്കെ വരുന്നത്. അപ്പൊ അതിന് സമയം വേണമല്ലോ. കുട്ടി ഭാഗ്യമില്ല, അതുകൊണ്ട് കിട്ടിയില്ല. ഓക്കെ, അഫ്സൽ സാർ ഇവിടെ ഉണ്ടെങ്കിൽ, അഫ്സൽ സാർ ഈ ടൈം മാനേജ്മെന്റ് കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങളെ JRF എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. അതായത് സമയം എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ചില ആളുകളോടൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണലി വന്ന സമയത്ത് ചോദിച്ച സമയത്തും, അതേപോലെ അടുത്ത എക്സാമിലേക്ക് പഠിച്ചു തുടങ്ങേണ്ടത് ഫസ്റ്റ് ഏത് സബ്ജക്ട് പഠിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ ഞാനൊക്കെ ഫോളോ ചെയ്ത് ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒറ്റ സ്ട്രെച്ചില് 3 മണിക്കൂറിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് ജനറൽ പേപ്പർ ചെയ്തിട്ട് പിന്നെ സബ്ജക്റ്റിലേക്ക് പോവാം. അതല്ലെങ്കിൽ നമുക്ക് ആദ്യം സബ്ജക്ട് ചെയ്തിട്ട് ജനറൽ പേപ്പർ അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞാല് സബ്ജക്ട് ആദ്യം നമുക്ക് അറിയുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ജനറൽ പേപ്പറിൽ എനിക്കൊന്ന് മാത്സ് വരുന്ന ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ റീസണിങ് വരുന്ന കുറെ നമുക്ക് ടൈം പോകുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവസാനത്തേക്ക് വെച്ചിട്ട്, അതേപോലെ തന്നെ ന്യൂമറിക്കൽസും ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചിലത് ഡിഫിക്കൽട്ടി ആണോ. അപ്പൊ അതില് നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത്, കാരണം നമ്മൾ അങ്ങനെ ടൈം അതിൽ സ്പെൻഡ് ആകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിയുന്ന ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് പോലും നമുക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട്. അപ്പോ അങ്ങനെ ആ ഒരു വൺ വേർഡ് രീതിയിലും, അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഓൾവേസ് റെക്കമെൻഡ് ചെയ്യുന്ന ഇതാണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പേപ്പറിനാണ്. ഫസ്റ്റ് പേപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ എല്ലാവരും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക സെക്കൻഡ് പേപ്പറിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എക്സാം എഴുതുന്ന സമയത്തും സെക്കൻഡ് പേപ്പർ ചെയ്തിട്ട് മാക്സിമം, കാരണം അതിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. 100 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ജനറൽ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ മാക്സിമം സെക്കൻഡ് പേപ്പർ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് പേപ്പറിലേക്ക് പോകുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആ രീതിയിലൊക്കെ ചെയ്യുന്നതായിരിക്കും തോന്നിയിട്ടുണ്ട്. 1-2 ആളുകൾ ചോദിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇനി ഡിസംബറിലേക്ക് നോക്കുന്ന സമയത്തും മാത്സ് വരുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പൊ ആദ്യം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. എസ്പെഷ്യലി നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും അതേപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിലുള്ള ഫസ്റ്റ് മൊഡ്യൂളൊക്കെ മാത്സ് ഓറിയന്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. അതേപോലെ DOC ആണെങ്കിലും കുറച്ചും കൂടെ മാത്സ് കലർന്നു വരുന്ന മൊഡ്യൂൾസ് ഒക്കെ, അതേപോലെ AI-ന്റെ മൊഡ്യൂളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യമായി ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇനിയുള്ള എക്സാമിനും കൂടെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ PSC എക്സാമുകളൊക്കെ നല്ല നമുക്ക് ഗ്ലാമറസ് പോസ്റ്റുകൾ വരും. അപ്പൊ അതിനൊക്കെ ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു മെത്തേഡുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതെ, കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ PSC ആണെങ്കിൽ HSST അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ഇനി വരുമല്ലോ അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ സാറേ? 1-2-3 വർഷത്തിനുള്ളിൽ എന്താണെങ്കിലും അടുത്ത റൗണ്ട് വരും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഹരി സാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരി സാർ ഇവിടെ ഉണ്ടോ? കേൾക്കാമോ സാർ? ഹരി സാർ വന്നു പോയി എന്ന് തോന്നുന്നു. സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇവിടെ അഡ്മിഷൻ ടു PhD കിട്ടിയ മറ്റ് ആളുകള് സംസാരിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഒന്ന് വരാമോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഹായ് സാർ, ഞാനിപ്പോ പുറത്തുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ പറ്റാതെ.
ഓക്കെ. എന്റെ പേര് രോഹിണി എന്നാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുമില്ല അവിടെ. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല. രോഹിണി. എനിക്ക് PhD ക്വാളിഫൈ ആയിരുന്നു. എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ഷെയർ ചെയ്യണേ ഇത് കഴിഞ്ഞിട്ട്. രോഹിണി ഒന്ന് മെസ്സേജ് അയക്കണേ, നമ്മുടെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. ഓക്കെ, ചെയ്യാം. ഞാൻ പിന്നെ ഫോട്ടോസ് ഒന്നും എനിക്ക് ഷെയർ ചെയ്യാൻ നെറ്റ് കിട്ടിയിട്ട് മതി എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് എന്താണെന്നറിയോ, ഓരോ സന്തോഷങ്ങളും നമ്മൾ ആഘോഷിക്കണം എന്നുള്ളതാണ്. ആ സന്തോഷങ്ങൾ ആഘോഷിക്കുമ്പോഴേ ദൈവം നമുക്ക് അതിൽ വലുത് തരുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ ഇതിനും 1-2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിന് പോയപ്പോഴത്തേക്കും അതിന്റേതായ ഒരു വിഷമമുണ്ട് മനസ്സില്. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും JRF തന്നെ കിട്ടട്ടെ. ഇപ്രാവശ്യത്തെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? എനിക്ക് ക്ലാസ്സസ് ഒക്കെ നല്ലതാ. പക്ഷെ എന്റെ ഒരു പ്രശ്നം പറ്റി, ഞാൻ ഓൾറെഡി കാരുണ്യയിലെ PhDക്ക് ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് ഈ മെയ് മാസത്തിൽ എനിക്ക് കോഴ്സ് വർക്ക് എക്സാം ആയിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് ഇതിലോട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മെയ് 2nd വീക്കിലായിരുന്നു എനിക്ക് എക്സാം. അപ്പൊ ആക്ച്വലി ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ് ഒരു കോളേജില്. അപ്പൊ എനിക്ക് അവിടുത്തെ വർക്കിന്റെ കൂടെ എനിക്ക് കോഴ്സ് വർക്കിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് അതിനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഞാനൊരു മെയ് 17th ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു ട്രാക്കിലോട്ട് വന്നത്. ആ ഒരു ലിമിറ്റഡ് ടൈമില് പ്യുവർലി പച്ചവെള്ളത്തിന്റെ ക്ലാസ് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണിത്. വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഈവൻ സത്യം പറഞ്ഞ എനിക്ക് വീഡിയോ പോലും നോക്കാൻ ടൈം കിട്ടിയില്ല. ഞാൻ PDF നോട്ട്സ് മാത്രമാണ് നോക്കിയത്. കാരണം വീഡിയോ നോക്കുമ്പം ടൈം കുറെ പോകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ആ കിട്ടിയ ടൈമിൽ ആകെ ഞാൻ PDF നോട്ട്സ് മാത്രം റെഫർ ചെയ്ത്, പിന്നെ ടീച്ചിങ് ആയതുകൊണ്ട് അതിന്റെയും കുറെ ഐഡിയ വെച്ച് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ എന്താ ആ ഒരു ട്രാക്കിൽ വരണമെന്നോ അതിൽ പോണമെന്നോ എന്നുള്ളതിന് സാറിന് ഞാൻ PSC പണ്ട് സാറ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നതും. പക്ഷെ എനിക്ക് ഒരുപാട് ഹെൽപ്പ്. ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഇതായി, കാരണം ഡിസംബറിൽ എന്തായാലും ഒന്ന് നേടണം എന്ന് പറഞ്ഞ് ഇപ്പം ക്ലാസ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കി പോകുന്നുണ്ട്. ഇതുവരെ പറ്റുമെന്ന് തോന്നുന്നു അങ്ങോട്ട് നോക്കാം. പിന്നെ തീർച്ചയായിട്ടും സാധിക്കും. കോളേജിൽ കുറച്ച് MBA വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ അതിന്റെ തിരക്കും ഉണ്ട്. അപ്പം അതിന്റെ കൂടെ മാക്സിമം നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പൊ ഇപ്രാവശ്യം നമ്മള് നോട്ട് മാത്രമേ PDF മാത്രം കണ്ടിട്ട് തന്നെ അഡ്മിഷൻ ടു PhD കിട്ടി. അപ്പൊ ക്ലാസ്സും മര്യാദക്ക് കണ്ട് എക്സാം എഴുതുകയാണെങ്കിൽ എന്താണെങ്കിലും JRF കിട്ടും കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ രോഹിണി, ഷംല ഒന്നും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാട്ടോ. സുർജിനെ ഒക്കെ ഫോട്ടോ ഇല്ലാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ ഓക്കെ, സുർജിനെ എന്തോ പറഞ്ഞു തുടങ്ങി. അത് ഇപ്പൊ ഓൾറെഡി ഇതിൽ കുറെ വീഡിയോസ് മീൻസ് നോട്ട്സ് PDF-ഉം അതുപോലെ ക്ലാസ്സും ഉണ്ടല്ലോ. അതെ. അപ്പൊ ഇതേ ഓർഡറിൽ തന്നെയാണോ പുതിയ കുട്ടികൾക്കും? നമുക്ക് പുതിയ കുട്ടികൾക്ക് ഇതിന്റെ റിപ്പീറ്റേഷൻ, അതായത് ടൈം ടേബിൾ അനുസരിച്ച് പോകുന്നുണ്ട്. പിന്നെ നേരത്തെ ഉണ്ണിസാറൊക്കെ പറഞ്ഞ പോലെ, അഫ്സൽ സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് ലൈവായിട്ടോ റെക്കോർഡ് ആയിട്ടോ അഡീഷണൽ സെഷൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും. അല്ല, എന്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ എന്റെ മെയിൻ പ്രശ്നം എനിക്ക് ഭയങ്കര മറവിയാ. സത്യം പറയുന്നത് ഞാൻ പഠിച്ചൊക്കെ എന്നോട് മറന്നു വയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഇട്ട് തുടങ്ങുകയാണെങ്കിൽ അത് ആദ്യം ഈ ഓർഡറിൽ തന്നെ തുടങ്ങുന്നത്. അതെ. ഇപ്പൊ നമ്മള് മൊഡ്യൂൾ 1 നമ്മുടെ ഡിസ്ക്രീറ്റ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. സെറ്റ് റിലേഷന്റെ 2 ക്ലാസ്സുകൾ മാത്രമേ ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുള്ളത്, പിന്നെ നമ്മുടെ ലൈവ് സെഷൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യും. ഓരോ സബ്ജക്റ്റിലും വരുന്ന ലൈവ് സെഷൻസും നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയത് അവസാന ഘട്ടത്തിലുള്ള ആ ലൈവ് സെഷൻസ് ആണെന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സെഷൻസ് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യും. അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള കണ്ടന്റ്. ബാക്കി ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഒരുവിധം ഒരു 90% നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുണ്ടാവും ആദ്യ ബാച്ചുകാർക്ക് കേട്ടോ. പുതിയ ബാച്ചുകാർക്ക് അതൊക്കെ നമ്മൾ പതിയെ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയും ചെയ്യും. അല്ല, അതിൽ AI-ന്റെ ക്ലാസ് ഒക്കെ ഇപ്പൊ ഇനി ഉണ്ടാവും. കുറച്ചും കൂടി അഡീഷണൽ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, അത് നിങ്ങൾക്ക് തരും. ഇനി വേറെ ആരൊക്കെയാണ് അഡ്മിഷൻ ടു PhD കിട്ടി സംസാരിക്കാത്ത ആളുകൾ? ജാസ്മിൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ജാസ്മിൻ, ഹലോ സാർ. വീഡിയോ ഒന്ന് ഓണാക്കോ. വീഡിയോ ഓണാക്കണോ? ആക്കിക്കോ. ഞാന്
പോസ്റ്റർ കണ്ടിട്ടാണ് ജാസ്മിനെ ശ്രദ്ധിച്ചത്. ഞാൻ സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയില്ല. ഞാൻ JAS അടിച്ചു, പക്ഷെ ഞാൻ സേവ് ചെയ്തത് JZ ജാസ്മിനെ ഞാൻ 2019 PGക്ക് പഠിപ്പിച്ചാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായിരുന്നു. ഞാൻ യൂണിറ്റി കോളേജിൽ ഞാൻ ജാസ്മിന് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അന്ന് മുതലുള്ള ബന്ധമുണ്ട്. അപ്പോ പോസ്റ്റർ കണ്ടപ്പോഴാണ് ഞാൻ തന്നെ ഇതാക്കുന്നത്. അപ്പോ എന്താണ് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു? പച്ചവെള്ളത്തില് പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നോ? പെയ്ഡ് ഇല്ല, നമ്മുടെ ക്ലാസ് എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ പഠിപ്പിക്കുകയാണോ? ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? പ്രിയദർശിനിയില്, നിങ്ങളുടെ കോളേജില്. ഓക്കെ 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 ഓക്കെ. അപ്പോ എന്താണ് കുറവ് വന്നത്? ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നെറ്റ് കിട്ടും? ഇത്രയും അച്ചീവ് ചെയ്യാൻ എന്താണ്, എങ്ങനെ, ഏത് രൂപത്തിൽ പഠിച്ചപ്പോഴാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ ഇത് കിട്ടാത്ത ആളുകളോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും? സംഭവം എനിക്ക് ഈ ടൈമിന്റെ പ്രശ്നം തന്നെ ഉണ്ടായത്. ലാസ്റ്റിലുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇൻ കേസ് അത് അറ്റൻഡ് ചെയ്യായിരുന്നെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യനും കൂടി കറക്റ്റ് ചെയ്താൽ നെറ്റ് ക്വാളിഫൈ ആവുമായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം സാധിക്കട്ടെ. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും കോഴ്സിന് ജോയിൻ ചെയ്യണം. എല്ലാരും ഇവിടുത്തെ ഈ കിട്ടിയവരെല്ലാം ഇങ്ങനെ പറയുന്ന അവരുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോ എനിക്കും ഒരു ആഗ്രഹം, എങ്ങനെയാണ് ക്ലാസ്. ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് 1-2 എണ്ണം കണ്ടിട്ടുണ്ട്, പിന്നെ വാട്സപ്പിലുള്ളതെല്ലാം കാണലുണ്ട്. അപ്പം ഇൻഷാല്ല ഇനി ഇതില് ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സും കിട്ടിയില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന പോലത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമോ? ഇപ്പൊ നമ്മള് സെക്കൻഡ് ബാച്ച് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അത് അനൗൺസ് ചെയ്തത്. പക്ഷേ 22-ാം തീയതി റിസൾട്ട് വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകളൊന്നും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. ഇന്ന് മുതലാണ് നമ്മൾ തിങ്കളാഴ്ച മുതലാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. അതൊക്കെ നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും കൃത്യമായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. ഓക്കെ, യെസ്. ഇനി വേറെ ആരെങ്കിലും ഇവിടെ അഡ്മിഷൻ ടു PhD കിട്ടിയവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കണേ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹലോ സർ, ഞാൻ ഹസ്നയാണ്. ഹാസ്ന പറയൂ. ഞാന് പെയ്ഡ് ക്ലാസ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വാട്സപ്പ് വഴിയാണ് ഇതിലെ പോളിംഗിന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിട്ടുണ്ടായിരുന്നു. പെയ്ഡ് ക്ലാസ് എടുക്കണം ഇത് കേട്ടപ്പോ എനിക്ക് തോന്നുന്നുണ്ട് പെയ്ഡ് ക്ലാസ് കൂടെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു 8 മാർക്കിനാണ് എനിക്ക് നെറ്റ് പോയത്. എനിക്ക് എന്തായാലും JRF നേടണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ഇനിയത്തെ ക്ലാസ്സിന് എന്തായാലും ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അഡ്മിഷൻ ടു PhD കിട്ടിയവരൊക്കെ എന്താ പറയാ, നമ്മൾ അതിനനുസരിച്ചുള്ള കൺസിഡറേഷൻ ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? സംസാരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സാർ, ഞാൻ നേരത്തെ സംസാരിച്ചതാണ്, ലിബയാണ്. നേരത്തെ പറഞ്ഞപ്പോ നമ്മള് സബ്ജക്ട് ടീച്ചേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. അഫ്സൽ സാറ്, ഉണ്ണി സാറ്, അൻഷാദ് സാറ് എല്ലാം ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാരും പേരെടുത്ത് അങ്ങനെ വലിയ പരിചയം ഇല്ലെങ്കിലും എല്ലാ ക്ലാസ്സും നല്ല ക്ലാസ്സുകളാണ്. ഞാൻ വാട്സപ്പിൽ പേഴ്സണലായിട്ട് ഡൗട്ടുകളെല്ലാം ഇടയ്ക്ക് ചോദിക്കലുണ്ട്. ഇപ്പൊ പ്രോഗ്രാമറിന്റെ എക്സാം ഉണ്ടല്ലോ, അപ്പൊ ഏത് സമയത്ത് ചോദിച്ചാലും പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ സാറുമാരും. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് ആണ് വീണ്ടും സംസാരിച്ചത്. പറഞ്ഞോളൂ. സാറേ, എന്റെ പേര് ധന്യ ശ്രീധരനാണോ? അതെ. പറഞ്ഞോളൂ. അഡ്മിഷൻ ടു PhD മാത്രമല്ല, എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറും കിട്ടിയിട്ടുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ ധന്യ ശ്രീധരൻ നമ്മൾ അഡ്മിഷൻ ടു PhD മാത്രല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അല്ലല്ല, ഞാൻ രണ്ടും കൊടുത്തിരുന്നു. ഇത് മാത്രമേ പോസ്റ്ററിൽ കണ്ടുള്ളൂ. സാർ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 2-3 മിനിറ്റ് തരണം, സംസാരിക്കാനുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. ഒന്ന് വീഡിയോ കൂടെ ഓൺ ആക്കാമോ? ഗുഡ് ആഫ്റ്റർനൂൺ. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതെന്താ സംഭവിച്ചെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ തിരുത്തും കേട്ടോ. കുഴപ്പമുണ്ട്. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കുഴപ്പമുണ്ട്, ഞാൻ തിരുത്താം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം എന്റെ റൂട്ടീൻ അല്ലെങ്കിൽ എന്റെ ഒരു ജീവിത രീതി എനിക്ക് ആദ്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. കാരണം
ഞാൻ വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ യാത്ര വൺ സൈഡ് ഉണ്ട് എന്റെ കോളേജിലേക്ക്. ഞാൻ കോളേജിൽ പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്യാണ്. ഒരു കുറെ വർഷമായിട്ട് ഒരു 10-17 വർഷത്തോളമായി ഞാൻ ആ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ എനിക്ക് യാത്ര മാത്രം. 4 മണിക്കൂർ എനിക്ക് ഒരു ദിവസം യാത്ര മാത്രമുണ്ട്. പിന്നെ 21 ഞാൻ KTUവിൽ PhD രജിസ്റ്റർ ചെയ്തു. KTUവിൽ പിന്നെ നമ്മുടെ ഓട്ടോമാറ്റഡ് തിയറിയിലാണ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് അതാണ്. അപ്പോ ഇത്രയും എല്ലാ ദിവസവും 3:30 ഞാൻ എഴുന്നേക്കും, കുറച്ച് റിസർച്ചിന്റെ വർക്കുകൾ ചെയ്യും. പിന്നെ നമുക്ക് കിച്ചൺ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ എനിക്ക് ഒട്ടും സമയമില്ല. ഞാനൊരു 5 പ്രാവശ്യം നെറ്റ് എഴുതി മീൻസ് 5 പ്രാവശ്യം എനിക്ക് പ്രിപ്പയർ ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞോട്ട് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, എന്റെ അച്ഛൻ ടീച്ചറാണ്, അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് നമ്മൾ കോച്ചിങ്ങിന് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഇത്രയും വർഷം നമ്മളില്ല കോളേജിലുള്ള വർക്കും അതും ഇതെല്ലാം എന്റെ സൈഡിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഓരോ ടെസ്റ്റുകൾ എഴുതുന്ന അത് ഇത്. പല PS എക്സാം ഇപ്പൊ പഴയ പോളി ലെക്ചറിൽ എനിക്കൊരു 0.06 മാർക്കിനാണ് എനിക്ക് ജോലി നഷ്ടമായത് പഴയ ലിസ്റ്റിൽ. ഇപ്പം ഏറെക്കുറെ ഏജോറാവുന്നു. പിന്നെ നേരത്തെ എപ്പോഴും അപ്ലൈ ചെയ്താണ് ഇപ്പൊ വരുന്ന പ്രോഗ്രാമർ. ഇപ്പൊ എന്റെ ഈ ഒരു ഹെക്ടിക് അവേഴ്സ് കൊണ്ട് സത്യം പറഞ്ഞാൽ അടുത്ത ആഴ്ചയുള്ള എക്സാമിന് ഞാൻ ഇന്നലെ തിങ്കളാഴ്ച ആ സെന്ററിൽ പോയി. അത്ര പോലും എനിക്ക് എന്താ പറയുന്നേ ഹെക്ടിക് ആണ്. കഷ്ടപ്പാടുകളാണ്. അത്രയും ദൂരം എന്നൊക്കെ പറയുമ്പോ എല്ലാ ദിവസവും അത്രയും ദൂരം ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്നിട്ട് അവിടെ പോയിട്ട് പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കുന്നതിനുള്ള കഷ്ടപ്പാട് നമുക്ക് ടീച്ചേഴ്സിനെ അറിയുള്ളൂ. കൂലിപ്പണിക്കാരനേക്കാളും എഫേർട്ടാണ് ഈ വലിയ വലിയ കോളേജിലേക്ക്, പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്. അതെ. അത് മാത്രമല്ല നമ്മുടെ കോളേജില് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ഒരുപാട് ബാച്ച് ഉള്ളതുകൊണ്ട് ഡെപ്യൂട്ടി HOD എന്നുള്ള ഒരു പോസ്റ്റും കൂടെ ഒക്കെ അടുത്ത സമയത്ത് തന്നിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മള് ഹെക്ടിക് ആയിട്ട് പോകുന്ന സമയത്ത് ആണ് ഞാൻ ഈ പച്ചവെള്ളം ആപ്പ് എന്ന് വെച്ചാൽ ഇതിന് മുൻപ് വേറൊരു ആപ്പ് ഞാൻ HSST വന്ന സമയത്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് പെയ്ഡ് ആയെങ്കിലും എനിക്ക് ഒന്നും നോക്കാൻ ടൈം കിട്ടിയില്ല. എനിക്ക് അധികം സങ്കടമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, നന്നായി സ്കോർ ചെയ്യുന്നത്. അതുപോലും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആക്സിഡന്റലി ഈ പച്ചവെള്ള ആപ്പ് കണ്ടത്. അപ്പൊ എനിക്കൊന്ന് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഞാൻ ഇത് പേ ചെയ്തത്. ഞാൻ ഇതിൽ കയറി സാറേ ഒരു മാക്സിമം ഞാൻ ഒരു മാസം മെയ് മാസം മാത്രമാണ് എനിക്കൊരു വാശിയായിപ്പോയി. എങ്ങനെയായാലും എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ നെറ്റ് ഇത്തവണ എഴുതിയിട്ട് ഞാൻ നിർത്താമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം 7 മണിയാവും വീട്ടിൽ വരാൻ. പലപ്പോഴും നമ്മൾ 7 അല്ലെങ്കിൽ 7:30 അല്ലെങ്കിൽ 8 മണിക്ക് ഒക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരാറുണ്ടല്ലോ. ഞാൻ 10 മണി 10:45 വരെ ഒക്കെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരുകൾ ഓർമ്മയില്ല ടീച്ചേഴ്സിന്റെ, പക്ഷെ എനിക്ക് അവരുടെ എല്ലാം ശബ്ദം എന്റെ മനസ്സിലുണ്ട്. അത്രയ്ക്ക് നല്ല ക്ലാസ്സുകൾ മീൻസ് നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ ഇപ്പൊ നമ്മൾ കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമായിരിക്കുമല്ലോ എടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടില്ലാത്ത സബ്ജക്റ്റുകൾ എനിക്ക് കുറെ കൺസെപ്റ്റ് മീൻസ് ഓരോ എക്സാം വരുമ്പോഴും ഏത് രീതിയിൽ നമ്മൾ അത് പഠിക്കണമെന്നുള്ളത് ആദ്യം പഠിക്കണമല്ലോ, പിന്നീടാണല്ലോ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഈ നെറ്റ് എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫസ്റ്റ് ആ ഓറിയന്റേഷൻ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ. എനിക്കിപ്പോ വന്ന സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് കുറെ വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ചിലപ്പോ കിട്ടിപ്പോയെന്നെ. പറയാൻ പറ്റൂല, നമ്മളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ തന്നെയാ. നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മുന്നേ ആയിരിക്കും. ഞാൻ അതിൽ സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഉള്ള ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, ഈ ആപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യും. എനിക്കൊന്ന് ഒരു അഫ്സൽ സാറുമായിട്ട് ഞാൻ ഒന്ന് ചാറ്റ് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഇനിയിപ്പോ എനിക്ക് പറ്റുന്നത് ഏജോറിന്റെ ഒരു ഇതിൽ വന്ന് നിൽക്കുന്നത് ഇനിയിപ്പോ വല്ല അസിസ്റ്റന്റ് പ്രൊഫസർ അങ്ങനെ വല്ല പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എത്ര നന്ദി പറയണമെന്ന് അറിയത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ റെൻഡറിങ് ഓഫ് സബ്ജക്ട്സ് ആണ്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് 140 ആണെന്ന് തോന്നുന്നു നമ്മുടെ കട്ട് ഓഫ് വന്നിരുന്നത്. എനിക്ക് 144 ഉണ്ട്. ഐ ആം ക്വാളിഫൈഡ് ഫോർ ബോത്ത് അഡ്മിഷൻ ടു PhD ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോ നമ്മുടെ സന്തോഷം എത്രയുണ്ടെന്ന് പോലും നമുക്ക് അളക്കാൻ പറ്റില്ല. ഏതായാലും ഞാൻ അത് ഇപ്പൊ തന്നെ തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തിരുത്തു വിട്ടോ, അതെന്തോ സംഭവിച്ചു. ഉണ്ണി സാർ ഇതിന് മറുപടി കൊടുക്കു സാർ. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് കുഴപ്പമില്ല. അതൊന്നും ഞാനൊരു ഒരു പരാതിയേ അല്ല. അത് സാരമില്ല.
കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാനൊരു ടീച്ചിങ് ഫാമിലിയിലാണ്. സാർ ഓഡിബിൾ അല്ല, കേൾക്കാൻ പറ്റുന്നില്ല. സാറ് ഉണ്ണി സാറ് നമ്മളെ ശബ്ദത്തിൽ മാത്രം വരുന്ന ഒരു സാറാണ്. സാറ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ സാറ് ഇതിനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തിട്ട് സാറ് സംസാരിച്ചതിന് ശേഷം തന്നെയൊക്കെ തുടരാം. സാർ ഉണ്ണി സാർ, ഇത്രയും പിള്ളേര് ഇങ്ങനെ പറയുമ്പോ നമുക്ക് എന്താണ് സാർ മറുപടി നമ്മൾ പറയാ? ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, വാക്കുകൾ കിട്ടുന്നില്ല. നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി സാർ. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് തുടങ്ങേണ്ടതായിരുന്നു. ഉറപ്പായിട്ടും നിങ്ങള് ഈ എന്താ സാറേ ഇത് പറയാൻ കഴിച്ച 5,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട്, ബാക്കിയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 25ഉം 30 ഒക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ഞാൻ പലതിലും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ എമൗണ്ട് ഒക്കെ കൂടുതലായിട്ട് പലതിലും ഞാൻ പോവാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്കും ആ 25,000 30,000 നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് എന്താ പറയുന്നേ, അതെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇത് ആക്ച്വലി ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്ന സ്ഥിതിക്ക് ഇതിനകത്തൊന്നും നമുക്ക് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഇല്ല. ഇതിനകത്ത് പേയ്മെന്റ് ബേസ് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ലാഭമൊന്നും ഇല്ല. കാരണം അത്രയധികം ക്ലാസ്സുകൾ, അത്രയധികം കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ഫാലസിയുടെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ സാറേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. ആ കേട്ട ഓർമ്മയിൽ എനിക്ക് ശരിയാക്കാൻ പറ്റി. അപ്പം കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ മീൻസ് നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് എന്റെ ഇപ്പോഴത്തെ ഒരു ഹെക്ടിക് അവേഴ്സിൽ ആപ്റ്റ് ആയിരുന്നു നിങ്ങളുടെ സെഷൻസ്. ഞാനും ഉറങ്ങാതിരിക്കുകയും എന്താ പറയുന്നത്, മോൾക്ക് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട്, അത് അവളാണെങ്കിൽ ഞാൻ കൊടുത്തെങ്കിലേ കഴിക്കത്തുള്ളൂ. പക്ഷെ അപ്പൊ പോലും ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിനനുസരിച്ച് എന്റെ കുഞ്ഞിന്റെ ഫുഡിങ് ഷെഡ്യൂൾ വരെ ഞാൻ മാറ്റി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സത്യം. അങ്ങനെ വരെ ഞാൻ നോക്കി. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നിങ്ങളുടെ ഈ ആപ്പ് ഒത്തിരി വളരും, ഒരുപാട് വളരും. എന്റെ പ്രാർത്ഥനയുണ്ട്. അഫ്സൽ സാർ, ഹലോ. ഓക്കെ സാർ, എന്ത് പറയും നമ്മൾ ഇവരുടെ അടുത്ത്? അതെ ഇവര് സാർ മ്യൂട്ടായി തോന്നുന്നു. സോറി. ഒരുപാട് ആളുകൾ നമ്മുടെ സ്റ്റുഡൻസ് കോണ്ടാക്ട് ചെയ്യാറുണ്ട് പേഴ്സണലി. എല്ലാവരും ഇതുപോലെ തന്നെ നല്ല ഒപ്പീനിയൻ പറയാറുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു. പലരും, ഇവര് മാത്രമല്ല, മുന്നും വേറെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അഫോർഡബിൾ ആയുള്ള ഒരു റേറ്റിൽ കൊടുക്കുക എന്നതിലുപരി കുറച്ചും കൂടെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ മാക്സിമം ക്ലാസ്സുകൾ കൊടുക്കുന്നതൊക്കെ ഒരുപാട് ആളുകൾക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലിന്റെ കൂടെ ഇനിയും വരുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഓക്കെ. അപ്പൊ തന്നെ ഇനി എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ? നമ്മുടെ മനസ്സ് നിറഞ്ഞു. നമുക്ക് എന്താ പറയാ, ഇനി വേറൊന്നും വേണ്ട. എന്റെ മനസ്സ് നിറഞ്ഞു സാർ. നിങ്ങൾക്ക് എല്ലാം നല്ലതേ വരും. താങ്ക് യു. ഓക്കെ. ഒരുപാട് സന്തോഷം. ഓക്കെ, നമുക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. വിധു ഒക്കെ കുറെ കാലമായിട്ട് നമ്മൾ അൺഅക്കാഡമിയിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വേറെ സംസാരിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഇല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ 10 മിനിറ്റ് 20 മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടെന്നാണ്. 1 മണിക്കൂറായി. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. ഉണ്ണി സാർ, ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല സാർ, ഒന്നുമില്ല. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്ന ഏറ്റവും ചെറിയ ക്ലാസ്സിലൂടെ മാക്സിമം കണ്ടന്റ് കൊടുക്കുക എന്നുള്ള സ്ട്രാറ്റജി വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ കൂടുതൽ മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതും. ഓക്കെ, അത് എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ സാറേ? അത് നിങ്ങളെ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അത് അത്രയും ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതെ സാറേ, ഇപ്പം ധന്യ മാഡം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഞാൻ ആദ്യം തൊട്ടേ സാറിനോട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോഴേ പറയാറില്ലേ, എല്ലായിടത്തും 2 മണിക്കൂർ 3 മണിക്കൂർ ക്ലാസ് ആണ് സാറേ. മടുപ്പാണ്, നമ്മൾ തന്നെ കാണുമ്പോൾ മടുപ്പാണ്. അതിനിടയ്ക്ക് ഒന്ന് പോയിന്റ്സ് തപ്പിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമ്മളൊന്ന് മാറ്റി പിടിച്ചു.
അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷം. അതെ 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 അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരോടും വൺസ് അഗെയിൻ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മുടെ എല്ലാം ഹൃദയം നിറഞ്ഞാണ് ഈ സെഷനിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ നെറ്റിന് വേണ്ടി, പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഒരു നിങ്ങളുടെ വാക്കുകളിൽ നിന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ആ ഫസ്റ്റ് ബാച്ചിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും. അത് ഈ ഡിസംബർ വരെ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകും. ഡിസംബറിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് കുറേയധികം JRF ഹോൾഡേഴ്സ് കൂടി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടും. നിങ്ങളും കൂടി നമ്മുടെ കൂടെ കഷ്ടപ്പെടുക. ബാക്കി റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇത്രത്തോളം സക്സസ് ആയിട്ട് പിന്നെ എൻഡ് ചെയ്യാൻ സാധിച്ചതിലുള്ള നന്ദി നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. ഒപ്പം എടുത്ത് നമ്മുടെ ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിനെ ഇവിടെ വന്നത് ഇപ്പോ ഉണ്ണി സാറും അഫ്സൽ സാറും മാത്രമേ ഉള്ളൂ എങ്കിലും ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിനോടുള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ അറിയിക്കുകയാണ്. അപ്പോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു എൻറ്റയർ പച്ചവെള്ളം ടീം.